എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്കിന്നൊരു മുഗളായി പറാത്ത ഉണ്ടാക്കിയാലോ. മുഗളായി പറാത്ത എന്ന് പറയുമ്പോൾ ചിക്കനോ മട്ടനോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പനീർ വെച്ചിട്ടാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് പറാത്ത ഉണ്ടാക്കുക തിന്നോ, അതാണ് പെട്ടെന്ന് കഴിയുന്ന പണി. അപ്പോൾ എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു കിണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. കിണ്ണത്തിലേക്ക് 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഗീയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗീയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതൊരു ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല ഒരു ചപ്പാത്തി മാവിൻ്റെ പാദത്തിൽ കുറച്ച് നല്ലോണം തേച്ച് കുഴക്കണേ. ഒരു 3-4 മിനിറ്റ് നിന്ന് നല്ലോണം കുഴച്ചടിച്ച് തേച്ച് കുഴച്ചെടുത്താൽ നല്ല പദമായിരിക്കും ഇതിന്. അപ്പോൾ ഇത് നല്ലോണം കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തന്നെ തടവിയിട്ട് മൂടി വെക്കട്ടെ. ഞാൻ അതായിരുന്നു കുതിരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറക്കാനൊരു മസാല ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കട്ടെ. പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം വെറും മൈദ തന്നെ എടുക്കാം കേട്ടോ. മൈദ എടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ നമുക്ക് ഈ മസാല ഉണ്ടാക്കാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂൺ ജീരകം ഒന്ന് മൊരിയട്ടെ, പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അത് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് ആദ്യം പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒന്നായതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒരു പിന്നെ കണ്ണാടിപ്പരുവം അങ്ങനെ ആയാൽ മതി. അപ്പോൾ ആ സമയത്ത് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതും അധികം വേവണ്ട കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഉള്ളിയും പച്ചമുളകെല്ലാം ക്യാരറ്റിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നവരെ ആ ഓയിലും എല്ലായിടെ ആവണം. അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ക്യാപ്സിക്കം, അതും പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതും അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ആകുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ സമയത്തെല്ലാം നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് അതേപോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ്, എണ്ണ, ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതിൽ ചേർത്ത് കൊടുത്ത് ഇപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ആംചൂർ പൗഡർ, ഉണക്ക മാങ്ങേൻ്റെ പൊടിയാണ്. ഇതിനൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. തക്കാളിയൊന്നും ഇതിലിടുന്നില്ല, കാരണം അന്നേരം ഒരു വെള്ളമായി പോവില്ല. അപ്പോൾ അതെല്ലാം ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ പൊടിച്ച് വെച്ച 1 കപ്പ് പനീർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നല്ലോണം ഈ സമയം ആകുമ്പോഴത്തേക്ക് ഇനി നിങ്ങൾ സ്റ്റൗ സിമ്മിലാക്കണേ. പൊടികൾ ചേർക്കുമ്പോൾ തന്നെ സിമ്മിൽ വെച്ചോളി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി അതൊരു ഭാഗത്തുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് പരത്താൻ തുടങ്ങാം. നല്ലോണം ഉരുട്ടി എടുക്കുമ്പം കുറച്ച് വലിപ്പത്തിൽ തന്നെ ഉരുട്ടണേ. ചെറുതായി പോറ്, നല്ല കട്ടിയിലല്ല, കട്ടി കുറച്ചിട്ടല്ല നമ്മളിത് പരത്തുക, ലേശം കട്ടിയിൽ തന്നെയാണ് പരത്തുക. അപ്പോൾ പിന്നെ ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊടി ഇട്ട് കൊടുക്കാനേ പാടില്ല. മാക്സിമം നല്ലോണം പരത്തിയെടുക്കുക. കണ്ടില്ല, പലക മൊത്തം വരണം. നല്ലോണം പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പണ്ടം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ലോണം കുറച്ച് കൂടുതൽ വെച്ചോളെ മസാല. എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. വേഗം അങ്ങ് ഒട്ടിക്കോളും. കാരണം നമ്മൾ പൊടിയൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ ഇതിനൊരു ഒട്ടിപ്പിടിക്കുന്നൊരു സ്വഭാവം ഉണ്ടാവും, മൈദയല്ലേ. അപ്പോൾ അത് വേഗം ഒട്ടിക്കോളും. അതങ്ങനെ എടുത്ത് ദോശക്കല്ലുമ്മൽ കുറച്ച് നല്ലോണം നെയ്യാക്കി കൊടുത്തിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് പൊരിച്ചിങ്ങ് എടുക്കുക. അത്ര തന്നെ. കണ്ടില്ലേ, ഇത് നല്ലോണം 2 ഭാഗം ആയതിന് ശേഷം നമുക്ക് ഈ സൈഡ് ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കണേ. കുറച്ച് കട്ടിയുള്ളതല്ലേ, അപ്പോൾ എല്ലാ ഭാഗവും വെന്തിട്ടില്ലെങ്കിൽ ഒരു പച്ച കടിക്കുന്ന പോലെ ഉണ്ടാവും. കണ്ടോ, ഇതുപോലെ എല്ലാ ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ എണ്ണയിലല്ലേ. അപ്പോൾ അതാ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ
എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കണം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, കണ്ടോ, നല്ല അടിപൊളിയല്ലേ? നല്ല കാണുന്ന ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എന്തായാലും ഇതൊന്ന് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.